നമ്മുടെ ചില ബുദ്ധിമുട്ടുകൾ ഒരു എക്സ്ക്യൂസായി എടുത്ത് അനീതി പ്രവർത്തിക്കാൻ എവിടെയെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മടങ്ങി വരണം. എപ്പോൾ മടങ്ങി വരുന്നോ, നമ്മെ മാർവോട് ചേർത്തണയ്ക്കുവാൻ ഒരു അപ്പൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. തെറ്റായ ജീവിതങ്ങളിൽ നിന്ന് മടങ്ങി വന്ന് ഒരു ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് ഒന്ന് കടന്നു വരുവാൻ ഒരു തീരുമാനമെടുക്കാമെങ്കിൽ നിങ്ങളെ പുതുക്കി പണിയുവാൻ, നിങ്ങളുടെ നന്മകളെ തടുത്തു വെച്ചിരിക്കുന്ന പിശാചിൻ്റെ മണ്ഡലങ്ങളെ അവൻ വെട്ടി നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവകാശമായ നന്മകളെ നൽകുവാൻ ദൈവം ശക്തനത്രേ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതി, ഞാൻ വായിക്കാം. അവൻ യഹൂദിയ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടതിന് അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസെഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കൊടുപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെ എല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് ഒരു സുവിശേഷീകരണം ചെയ്യുകയായിരുന്നു. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ജീസസ് സ്റ്റൈൽ ഇവാഞ്ചലിസം. യേശുവിൻ്റെ സ്റ്റൈലിലുള്ള ഇവാഞ്ചലിസം അല്ലെങ്കിൽ സുവിശേഷീകരണം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്ന് പലപ്പോഴും നമ്മൾ സുവിശേഷീകരണം മടിക്കുന്നതിൻ്റെ പിന്നിൽ നമുക്ക് ഈ സുവിശേഷ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ സദ്വർത്തമാനം ഷെയറിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു മൈക്കും പിടിച്ച് നിൽക്കുന്ന ഒരു പാസ്റ്റർ ആയിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ ഒരു അച്ഛനായിരിക്കാം, ഒരു ദൈവദാസനായിരിക്കും, ഒരു ബ്രദറായിരിക്കാം നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത. പണ്ടൊക്കെ ആണെങ്കിൽ ആരമുണ്ടും ഒരു ജുബ്ബയിട്ട് വലിയ ബൈബിളും കൊണ്ട് നടക്കുന്ന ഒരു ഉപദേശിയായിരിക്കാം നമ്മുടെ ഉള്ളിൽ വരുന്നൊരു കാഴ്ച. പക്ഷെ ഞാനെന്ന് പറഞ്ഞോട്ടെ, ഈ സുവിശേഷീകരണം എന്ന് പറയുന്ന ഒരു സംഭവം മൈക്കം പിടിച്ച് നിൽക്കുന്ന പാസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും ദൈവദാസന്മാരും മാത്രം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമല്ല. അതിലുപരിയായി സുവിശേഷീകരണം എന്ന് പറഞ്ഞിരിക്കുന്നത് തൻ്റെ സഭയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. സഭ എന്ന് പറയുമ്പോൾ ഷാലോം ചർച്ചോ ഷാലോം ചർച്ചിൻ്റെതായുള്ള കമ്മിറ്റി മെമ്പേഴ്സോ അതൊന്നുമല്ല. ഷാലോം ചർച്ച് എന്ന് പറയുമ്പോൾ ഒരു ബിൽഡിംഗ് അല്ല. ഷാലോം ചർച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു മനസ്സോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമപ്പെട്ട് കൂടി വരുന്ന നമ്മൾ ഓരോരുത്തരുമാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ സഭ. അപ്പോൾ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സുവിശേഷീകരണം. ഹല്ലേലൂയ. നമുക്കൊരു ലോയർ എന്ന് ഒരു ചിന്ത വരുമ്പോൾ മനസ്സിൽ വരുന്ന പിക്ചർ എന്താണ്? ഒരു ലോയർ എന്ന് പറയുമ്പോൾ വരുന്ന ചിന്തയാണ് എന്താണ്? ഒരു കറുത്ത കോട്ടൊക്കെ ഇട്ട് വെള്ള ഷർട്ടൊക്കെ അകത്തിട്ട് അല്ലേ? അത്തരത്തിലുള്ളൊരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അല്ലെ, ഒരു പോലീസുകാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താണ്? ഒരു കാക്കി ഷർട്ടിട്ട്, ഒരു കാക്കി പാൻറ്റൊക്കെ ഇട്ട്, ഒരു ബ്രൗൺ ഷൂസൊക്കെ ഇട്ട്, നല്ല വലിയൊരു ബെൽറ്റ്, വെട്ടിത്തിളങ്ങി നിൽക്കുന്നൊരു ബെൽറ്റൊക്കെ ഇട്ട്, ഒരു തൊപ്പി ചിലപ്പോൾ വെക്കൂല, ചിലപ്പോൾ വെക്കും, ഒരു തൊപ്പിയൊക്കെ ചിലപ്പോൾ വെച്ചിട്ട് ഇവിടെ കുറേ സ്റ്റാറൊക്കെ കാണും, അല്ലേ? അങ്ങനെ ഒരു ഇമേജ് നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. സുവിശേഷീകരണം എന്ന് പറയുമ്പോഴും നമുക്ക് ഈ പഠിച്ചു വന്നതായിട്ടുള്ള സുവിശേഷകന്മാർ, സുവിശേഷ പ്രസംഗകർ, അല്ലെങ്കിൽ ദൈവദാസന്മാർ,
അല്ലെങ്കിൽ പാസ്റ്റർമാർ, ബ്രദർമാർ, അച്ഛന്മാർ എന്ന ഒരു ഇമേജിനെ നമ്മൾ മാറ്റി സത്യം നമ്മൾ തിരിച്ചറിയണം. സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മെ തന്നെ കാണാൻ പറ്റണം. ഹല്ലേലൂയ. സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മുഖം ഇനി വരണം. ദൈവത്തിന് വേണ്ടി ഓടുന്നൊരു വ്യക്തി, ദൈവത്തിൻ്റെ സുവിശേഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു വ്യക്തി, കർത്താവിൻ്റെ സദ്വർത്തമാനം പറയുന്നൊരു വ്യക്തി എന്ന നമ്മുടെ തന്നെ ഇമേജ് വരുന്ന രീതിയിൽ ഒരു രൂപാന്തരം വരണം. അതാ കർത്താവ് ഇഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. ഇവിടെ ശമരിയ എന്ന് പറയുന്ന ദേശം സുവിശേഷം അറിയാതെ വണ്ണം അവരെല്ലാം ശാപത്തിൻ്റെ കീഴിൽ, ദാരിദ്ര്യത്തിൻ്റെ കീഴിൽ തൊട്ടുകൂടാ, ചീന്തിക്കൂടാ എന്ന രീതിയിൽ ഒരു സാമൂഹികമായി ഒരു ഈവിൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിക്ക് അകത്ത് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതാ യഹൂദനായിരിക്കുന്ന, തെറ്റുകളില്ലാത്ത, കുറവുകളില്ലാത്ത, കുറ്റം ചെയ്യാത്ത, പാപം ചെയ്യാത്ത യേശു ഒരു തീരുമാനമെടുക്കുന്നു. ഞാൻ സുഖാർ എന്ന പട്ടണം വഴി ശമരിയിൽ കൂടി കടന്ന് എനിക്കൊരു മറ്റൊരു സ്ഥലത്ത് പോകണം. ഇവിടെ നിന്ന് തിരുമല പോകാൻ ഏറ്റവും എളുപ്പ വഴി ഏതാ? തിരുമല പോകാൻ ഏറ്റവും എളുപ്പ വഴി ഏതാ? ഏത് വഴി പോയാൽ? തിരുമല കണ്ടിട്ടില്ല അല്ലേ? ഏത്? നേരെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുവഴി അങ്ങ് പോയാൽ മതി. ഇതുവഴി എനിക്ക് സ്ഥലത്തിൻ്റെ പേരൊന്നും പറഞ്ഞുകൂടെ അല്ലേ? ആ രാമേന്ദ്രയുടെ അങ്ങോട്ട് അങ്ങ് പോകണം അല്ലേ? അങ്ങോട്ട് പോകുമ്പോൾ തിരുമല എത്തും. പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? നേരെ ആ പെട്രോൾ പമ്പ് വഴി വളവൊക്കെ കഴിഞ്ഞ്, അക്കോറിയൊക്കെ കഴിഞ്ഞ്, AG ചർച്ചും കഴിഞ്ഞ് രാമേന്ദ്രയുടെ അവിടെ എത്തി തിരുമല ജംഗ്ഷനിൽ പോകുന്നവരും കർത്താവ് ഒരു തീരുമാനിച്ചു. ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് പ്ലാങ്കാലമുക്ക് തന്നെയാണ് എൻ്റെ പറയുന്ന പേര്. പ്ലാങ്കാലമുക്ക്, അവിടെ നിന്ന് പാപ്പനംകോട്, കരമനയിൽ നിന്ന് പിന്നെ ലോകം മൊത്തം കറങ്ങി എവിടെ കൂടെയൊക്കെ പൂജപ്പുര വന്നു. പൂജപ്പുരയിൽ നിന്ന് പിന്നെ പാങ്ങോട് മിലിറ്ററിയിലോട്ട് തിരിയുന്നതിൻ്റെ അവിടെ എത്തി. അവിടെ നിന്ന് തിരുമല വരുന്ന രീതിയിൽ കർത്താവ് എന്ത് ചെയ്തൊരു തീരുമാനം എടുത്തു. ഞാൻ ശമരിയ വഴി ഇനിയിപ്പോൾ ഒരല്പം കൂടുതൽ ദൂരം നടക്കണം, പക്ഷേ എങ്കിലും ഞാൻ ശമരിയിലൂടെ നടന്നു പോകാൻ തീരുമാനിച്ചു. അവൻ എന്തിനായിരുന്നു? ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ അരുമനാഥൻ 1 കിലോമീറ്റർ കൊണ്ട് എത്തേണ്ടത് 5 കിലോമീറ്റർ ചുറ്റി നടന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സുവിശേഷീകരണം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഈസിയായി നടക്കത്തില്ല. അതിൻ്റെ പിന്നിൽ ചില എഫേർട്സ് ഉണ്ട്, അതിൻ്റെ പിന്നിൽ ചില പ്രയത്നങ്ങൾ എടുക്കണം, അതിൻ്റെ പിന്നിൽ ചില കഷ്ടാനുഭവങ്ങളുണ്ട്, അതിൻ്റെ പിന്നിൽ ചില പ്രയത്നങ്ങൾ നമ്മൾ ചെയ്തേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറയുമ്പോൾ എനിക്ക് യേശു അല്ലാതെ മറ്റൊരാളെ കാണിച്ചു തരാനില്ല. ആമേൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നോക്കുമ്പോൾ എല്ലാവർക്കും ചെറിയ പൊടിക്കൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിന്ന് പറഞ്ഞോട്ടെ, കർത്താവ് ചെയ്ത സുവിശേഷത്തെ ഒന്ന് നമുക്കൊന്ന് മാതൃകയായി എടുക്കാം. ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് നട്ടുച്ചയ്ക്ക് 6 മണി നേരം എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈമിങ്ങിനനുസരിച്ച് 12 മണി, ഉച്ചയ്ക്ക് 12 മണിക്ക് ഏറ്റവും വെയിലുള്ള സമയം, ഏറ്റവും ചൂടുള്ള സമയം, പൊള്ളുന്ന ചൂട്. നമുക്കറിയാം, കേരളമല്ല ഇസ്രായേൽ എന്ന് പറയുമ്പോൾ, കേരളമല്ല യഹൂദിയ പ്രദേശം എന്ന് പറയുമ്പോൾ, അവിടെ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളെ പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ചുട്ട് പൊള്ളുന്ന വെയിലിൻ്റെ മധ്യത്തിൽ കർത്താവ് സുവിശേഷം പറയാൻ പോയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാഹചര്യം വിപരീതമായിരുന്ന സമയത്ത് സുവിശേഷത്തിന് വേണ്ടി റിസ്ക് എടുത്തു എൻ്റെ കർത്താവ്. ആമേൻ, ഹല്ലേലൂയ. ഈ സ്ത്രീക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാധാരണ എല്ലാ സ്ത്രീകളും രാവിലെയാണ് വെള്ളം കോരാൻ പോകുന്നത്, വെയിൽ വരുന്നതിന് മുൻപ്. പക്ഷേ ഈ സ്ത്രീയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവളെല്ലാവരും ഒറ്റപ്പെടുത്തിയിരുന്നു, ഇവളെല്ലാവരും ഉപേക്ഷിച്ചിരുന്നു, ഇവളോട് സംസാരിക്കാൻ ആർക്കും താല്പര്യമില്ല, ഇവളെ സമൂഹത്തിൽ ഒരു മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ എന്താണ് സുവിശേഷം എന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ലോകം മുഴുവനും ഈ സ്ത്രീയെ അവഗണിച്ചപ്പോൾ ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് സമയവും എഫേർട്ടും മാറ്റിവെച്ച ഒരു യേശു കർത്താവുണ്ട്. അതത്ര എനിക്ക് പറയാനുള്ള സുവിശേഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള, സാധ്യതകളുള്ള, എല്ലാവരും പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്ന മേഖലകളിൽ പോയി സദ്വർത്തമാനം അല്ലെങ്കിൽ സുവിശേഷം പറയുന്നതല്ല. സത്യസുവിശേഷം എന്ന് പറയുന്നത് ജാതികളുടെ ഇടയിൽ. ഹല്ലേലൂയ. സത്യസുവിശേഷം എന്ന് പറയുന്നത് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുടെ ഇടയിൽ. സത്യസുവിശേഷം എന്ന് പറയുന്നത് ബൈബിൾ എന്തെന്നോ, സുവിശേഷകൻ എന്തെന്നോ, ദൈവം എന്തെന്നോ, എന്താണ് രക്ഷയെന്നോ ഇതൊന്നും അറിയാതെ സമൂഹത്തിൽ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ശത്രുവിൻ്റെതായിട്ടുള്ള ബന്ധനത്തിനകത്ത് കിടക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ട്. അവരോട് സുവിശേഷം പറയുന്നത്ര ഏറ്റവും നല്ല സുവിശേഷം. ഹല്ലേലൂയ.
ആരും ഈ സ്ത്രീയോട് സംസാരിക്കാൻ മനസ്സ് കാണിച്ചില്ല. പക്ഷേ യേശുവിന് ഇഷ്ടം ഈ സ്ത്രീയോട് സംസാരിക്കുന്നതായിരുന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് കടന്നുപോയി അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്യാൻ പറ്റുമോ സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ട്? ആമേൻ. പൗലോസിനെ ദൈവം കൂടാരപ്പണി ചെയ്യിപ്പിച്ചു. കൂടാരപ്പണി ചെയ്ത് സുവിശേഷ വേല ചെയ്യിപ്പിച്ചു. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇതുപോലെ ചില ഉപജീവന മാർഗങ്ങൾ നൽകി ദൈവം നമ്മളെ ആക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? അങ്ങനെയെങ്കിലും ആമേൻ പണി ചെയ്യുന്ന സ്ഥലത്തുള്ള അവിടെ ഉള്ള മറ്റു ജോലിക്കാരോട് സുവിശേഷം അറിയിക്കുക. മനസ്സിലാകുന്നുണ്ടോ? എനിക്കൊരു 1,32,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എനിക്ക് തന്നിട്ടുണ്ട്. 50 ലക്ഷത്തോളം വ്യക്തികളിലേക്ക് അതിനകത്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം 50 ലക്ഷം പേര് വരെ എത്തിയിട്ടുണ്ട്. അത്തരത്തിലൊരു പ്ലാറ്റ്ഫോം ദൈവം എനിക്ക് നൽകിയിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് ഈ പ്ലാറ്റ്ഫോം തന്നിരിക്കുന്നത് അത് വെറുതെ വെച്ചിരിക്കാനല്ല, സുവിശേഷീകരണത്തിന് കർത്താവിൻ്റെ സ്നേഹത്തെ പകരുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നത് കരമടിച്ചൊന്ന് സമ്മതിച്ചു കൊടുത്താട്ടെ. കരമടിച്ചൊന്ന് എഗ്രി ചെയ്യുക. ദൈവം നമ്മളെ ചില ഉപജീവന മേഖലകളിൽ, അതൊരു പക്ഷേ കൊത്തനായിട്ടായിരിക്കാം, ഒരു കാർപ്പൻ്ററായിട്ടായിരിക്കാം, ഒരു ബസ് ഡ്രൈവറായിട്ടായിരിക്കാം, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടായിരിക്കാം, ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ദൈവം അത്തരത്തിൽ ചില പ്ലാറ്റ്ഫോമുകളെ നമുക്ക് നൽകിയിരിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ നാമം അവിടെ ഉയർത്തപ്പെടുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ബേക്കറി ഒരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ബേക്കറിക്കകത്ത് വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്റ്റാഫ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കാം. നിങ്ങളെ അത്തരത്തിലൊരു ബേക്കറി നടത്തുവാൻ, അത്തരത്തിലൊരു ബേക്കറിയുടെ ഉടമസ്ഥനാക്കി ദൈവം നിങ്ങളെ നിയമിച്ചതിൻ്റെ പിന്നിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അവിടെ യേശുവിനെ അറിയാതെ, മീൻസ് എന്താ രക്ഷയെന്നറിയാതെ ഇന്നും ശാപത്തിൻ്റെ കീഴിലായിരിക്കുന്ന, രോഗവും ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഒരല്പം രക്ഷയ്ക്കായി കൊതിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിലുണ്ടായിരിക്കാം. അവർക്കൊരു പക്ഷേ നിങ്ങൾക്ക് മെഡിക്കൽ എക്സ്പെൻസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, അവർക്കൊരു മെഡിക്കൽ ലീവ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും, നമുക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഒന്നുണ്ട്, അവർ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നൊരു വീണ്ടെടുപ്പിനുള്ള ഒരു വഴി. ഹല്ലേലൂയ. നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലേ? പറ്റും. പ്രൈസ് ഗോഡ്. നമുക്കൊരു തോപ്പ് ജോലിയായിരിക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ എത്തിച്ചേരാൻ പറ്റുന്നൊരു ഭാഗമാണ്, അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്നേഹിക്കുന്ന, നമ്മളോട് സ്നേഹമായി പെരുമാറും. ചേച്ചി എപ്പോൾ വന്നു? ചേച്ചി മോൾ എങ്ങനെ ഇരിക്കുന്നു? ചേച്ചി സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു ജോലി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. ശരിയല്ലേ? ഡോക്ടർമാരത്ത് അങ്ങനെ ചോദിക്കുമോ? വന്ന് ചുമ്മാ സൊറ പറയുമോ? ഇല്ല. പക്ഷേ ഒരു തൂപ്പ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലൊരു ജനാറ്ററൽ വർക്കറിനെ നോക്കുമ്പോൾ എല്ലാവരും അവരെ സ്നേഹിക്കും. എന്തിനാ ദൈവം അത്തരത്തിലൊരു ജോലി നൽകി ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അറിയാമോ? നമ്മളോട് സംഭാഷണം ഇടുന്നവരോട് തിരിച്ചു ചിലത് നമുക്കും ഷെയർ ചെയ്യുവാനായിട്ടൊരു ദൈവം ഒരു അവസരം നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ പറ്റിയിട്ട്, യേശുവിനെ പറ്റിയിട്ട് എനിക്കറിയാം, എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും. ഒരു സ്ഥാപനത്തിലെ ഓരോ എംപ്ലോയീസിന് തരുന്ന പേഴ്സണൽ വിഷയങ്ങൾ മാനേജറിന് അറിഞ്ഞുകൂടെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ജനറൽ വർക്കേഴ്സിന് അറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അവിടെ വർക്ക് ചെയ്യുന്ന ക്ലീനിങ് ജോലി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വ്യക്തമായി ഓരോ എംപ്ലോയീസിൻ്റെ അവസ്ഥകൾ അറിയാൻ പറ്റും. കാരണം വിശ്വാസത്തോടുകൂടെ ഓപ്പണായി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഇവർ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ നാളെ നിങ്ങളെല്ലാവരും കൂടെ ചേച്ചി ഒന്നുമില്ല, എനിക്ക് 2 കാര്യം പറയണമെന്ന് അവരെ ഇനിയിപ്പോൾ തെറപ്പിസ്റ്റാക്കി മാറ്റണ്ട. എങ്കിലും ഞാനൊന്ന് പറയുക, എന്തിനാ ദൈവം അങ്ങനെയുള്ളൊരു അവസരം നൽകിയിരിക്കുന്നത്? അവരുടെ ജീവിതത്തിലുള്ള കഷ്ടതകളെ മാറ്റുന്ന, അവരായിരിക്കുന്നതായിട്ടുള്ള ശോധനകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു കർത്താവിൻ്റെ സ്നേഹത്തെ പകർന്നു നൽകുവാനാണ്. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സുവിശേഷീകരണത്തിൻ്റെ ഒരു ടൂൾ എന്ന് പറയുന്നത് ഡയലോഗ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും പറയുന്നു, ഇങ്ങോട്ടും കേൾക്കുന്നു. അതാണ് കർത്താവ് ഇവിടെ നമുക്ക് മാതൃകയായി കാണിച്ചു തരുന്നത്. ഒന്നാമത്തെ കാര്യം ഞാനൊന്ന് പറഞ്ഞിട്ടെ, യേശുവിൽ പാപമില്ലായിരുന്നു, യേശുവിൽ തെറ്റില്ലായിരുന്നു, യേശുവിൽ കുറവായിട്ടൊന്നും പറയാനില്ലായിരുന്നു. അവൻ എല്ലാത്തിലും നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു. പക്ഷേ എല്ലാം തികഞ്ഞവനായിട്ടല്ലായിരുന്നു കർത്താവ് ശമരിയാസ്ത്രീയുടെ അടുക്കൽ കടന്നുപോയത്. ശമരിയാസ്ത്രീയുടെ അടുക്കൽ കർത്താവ് സുവിശേഷം പറയാൻ പോയപ്പോൾ ഒരു ആവശ്യക്കാരനായിട്ടായിരുന്നു പോയത്. ഹല്ലേലൂയ. മനസ്സിലായോ? കർത്താവ് വിചാരിച്ച 1 ഗ്ലാസ് വെള്ളം കിട്ടത്തില്ലേ? യേശു വിചാരിച്ച 1 ഗ്ലാസ് വെള്ളം കിട്ടുമോ? കിട്ടത്തില്ലേ? ജീവജല നദി കയ്യിലുള്ള ആളാണ് പോയി എനിക്ക് 1 ഗ്ലാസ് വെള്ളം തരുമോ എന്ന് ചോദിച്ചത്. ഹല്ലേലൂയ. മറ്റ് യഹൂദന്മാരാണെങ്കിൽ പറഞ്ഞേനെ, ശകുനം മാറിപ്പോയേ, ആരെവിടെ വെള്ളം എടുക്കുക എന്ന് പറഞ്ഞായിരിക്കും. പക്ഷെ കർത്താവ്
ഞാൻ യഹൂദനാണ്, ഞാൻ ഉയർന്ന ജാതിയാണ്, ഞാൻ മറ്റതാണ് മറിച്ചതാണ് ഒന്നും പറഞ്ഞില്ല. എക്സ്ക്യൂസ് മീ സിസ്റ്ററെ, എനിക്കൊരല്പം ദാഹമുണ്ട്, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ? ഹല്ലേലൂയ. താഴ്മയുണ്ടായിരുന്നു ആ സുവിശേഷീകരണത്തിൽ. ആമേൻ. ആ സ്ത്രീ വരുന്ന ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി, ആ സ്ത്രീ വരുന്ന ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ് ആ ഒരു വഴിയിലൂടെയായിരുന്നു കർത്താവ് സുവിശേഷം പറഞ്ഞ്. മനസ്സിലായില്ല എന്തിനാ ഈ സ്ത്രീ കിണറിಗೆ വന്നത്? വെള്ളം കോരാന്. കർത്താവ് അത് മനസ്സിലാക്കിയിട്ട് കർത്താവും അവളെപ്പോലെ ഒരു ആവശ്യക്കാരനായി മാറി. സ്ത്രീയെ, നിനക്ക് മാത്രമല്ല വെള്ളം ആവശ്യം, എനിക്കും വെള്ളം ആവശ്യമുണ്ട്. അല്ലയോ രോഗത്തിലായിരിക്കുന്ന സിസ്റ്ററെ, ബ്രദറെ എന്ന് നിങ്ങൾ ഡയലോഗ് അടിക്കണ്ട, ഞാൻ പറയാം മനസ്സിലാകാൻ വേണ്ടി പറയുക. ഒരു രോഗിയുടെ അടുക്കൽ കടന്നു പോകുമ്പോൾ നമുക്കും ആ രോഗിയാണെന്ന് പറയേണ്ട ഒരു കാലഘട്ടത്തിലുള്ള രോഗം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായില്ല. സുവിശേഷീകരണത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാനായി ഭയക്കുന്ന മറ്റൊരു കാരണമാണ് ഫെയിലിയർ. സക്സസ്ഫുൾ ആകുമോ? ഞാൻ ഒരാളൊരു സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? അതിലെന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകുമോ? ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ ഒന്നും നടക്കത്തില്ല എന്ന ഒരു സംശയ ചിന്ത പലപ്പോഴും ഒരു തടസ്സമായി മാറാറുണ്ട്. പക്ഷെ ഞാനൊന്ന് തിരിച്ചു വരട്ടെ. ഇല്ല, വഴിയുണ്ട്. യേശു ഇവിടെ എന്ത് ചെയ്തു? ആ വരുന്ന സ്ത്രീയുടെ ആവശ്യം മനസ്സിലാക്കി അവരെ പോലെ തന്നെ ഒരാവശ്യക്കാരനായി. അപ്പോൾ ഈ സ്ത്രീക്കും കർത്താവിനും തമ്മിൽ സംസാരിക്കാനൊരു മാറ്റർ കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? ആദ്യമേ പോവാണ്, നിങ്ങളെല്ലാം നരകത്തിൽ പോകാൻ പോവുക, നിങ്ങളെല്ലാവരും നരകത്തിൽ പോകാൻ പോവുക. കർത്താവിതാ വീണ്ടും വരുന്നു, അവൻ മേഘാരൂഢനായി കടന്നു വരുന്നു. നിങ്ങളെല്ലാവരും പാപികളാ, നിങ്ങളെല്ലാവരും മരണത്തിന് യോഗ്യരാ, നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാപി പോലും മാനസാന്തരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹല്ലേലൂയ. അവർ പറയും ക്രാക്ക് പിടിച്ച് കിടക്കാന്ന്. മനുഷ്യ, എനിക്ക് വേറെ ജോലിയുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സുവിശേഷം ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വഴി കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ നീ പാപിയാ, നിനക്ക് 5 ഹസ്ബൻഡുണ്ട്, നീ വ്യഭിചാരം ചെയ്യുന്ന, നീ നരകത്തിൽ പോടി എന്നല്ല കർത്താവ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എനിക്കൊരു ഗ്ലാസ് വെള്ളം തരുമോ എന്നാ ചോദിച്ചത്. അതാ സുവിശേഷീകരണം. ഹല്ലേലൂയ. അടുത്തവൾ പറഞ്ഞു, എന്താ ഇതെവിടുത്തെ നടപ്പ്? എന്നോട് ഇതുപോലെ ആരും വന്ന് സംസാരിച്ചില്ല, ഒരു യഹൂദന്മാരും വന്ന് സംസാരിച്ചില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ യഹൂദന്മാരും ശമരിയരും തമ്മിൽ സമ്പർക്കം പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? അപ്പം കർത്താവ് പറഞ്ഞു, ഇതൊക്കെ എനിക്കറിയാം, പക്ഷേ ഇവിടെ പ്രശ്നം, ഞാൻ ആരാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോടും കൂടെ വെള്ളം ചോദിക്കുമായിരുന്നു. ഞാനിപ്പോൾ അങ്ങോട്ട് വെള്ളം ചോദിക്കുക, പക്ഷെ ഞാൻ ആരാരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് വെള്ളം ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ആ സ്ത്രീയുടെ ആവശ്യം മനസ്സിലാക്കി കർത്താവ് അവിടെ ആവശ്യത്തിനുള്ള പരിഹാരങ്ങളെ പറഞ്ഞു കൊടുത്ത് ജീവജല നദി വരെ എത്തിയിട്ടാണ് പറഞ്ഞത്, ഞാനൊന്ന് മനസ്സിലാക്കുന്നു, നിനക്ക് 5 ഹസ്ബൻഡ്സ് ഉണ്ട്, 5 ഭർത്താക്കന്മാരുണ്ട് നിനക്ക്. ഇപ്പോഴുള്ളവനോ നിൻ്റെ ഹസ്ബൻഡേ അല്ല, നിൻ്റെ ഭർത്താവേ അല്ല എന്നല്ല ഈ കാര്യം പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, ശരിയാ. പക്ഷെ ആദ്യമേ പറയുകയാണ്, നിനക്ക് 5 ഹസ്ബൻഡ് ഉണ്ടെന്ന് ആദ്യമേ പോയി പറഞ്ഞിരുന്നെങ്കിൽ സ്ത്രീ അതുവഴി ഇതുവഴി ഓടി രക്ഷപ്പെട്ടേനെ. പക്ഷെ അവൾ ഇരുന്ന് ആ സുവിശേഷം കേട്ടതിൻ്റെ പിന്നിൽ തുടക്കം മറക്കരുത്, അവളുടെ ആവശ്യം മനസ്സിലാക്കി സംസാരിച്ചു കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ അടുക്കലൊരു പ്രശ്നമുള്ള രോഗത്താൽ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി, കടബാധ്യതയാൽ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം, സമാധാനമില്ലാത്തൊരു വ്യക്തിയായിരിക്കാം, വളരെയധികം ടെൻഷനായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ഒരു ആശുപത്രിയിൽ വെച്ചായിരിക്കാം മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചായിരിക്കാം മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ മാർക്കറ്റിൽ പോകുമ്പോഴായിരിക്കാം മീറ്റ് ചെയ്യുന്നത്. അവരുടെ ആവശ്യം മനസ്സിലാക്കി നിങ്ങളൊന്ന് സംസാരിച്ച് നോക്ക്. നമ്മളെല്ലാവരും തികഞ്ഞവരാണ് എന്നൊരു മട്ടിലല്ല, അവരുടെ ആവശ്യം മനസ്സിലാക്കി അവരോട് സംസാരിച്ച് അവരുടെ ആവശ്യത്തിനൊരു പരിഹാരമുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട്, നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുന്നൊരു ദൈവമുണ്ട്, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ വിടുതൽ നൽകുന്ന ഒരു രക്ഷകനുണ്ട് എന്ന് പറഞ്ഞ് അവരോട് ആ ഒരു സദ്വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങളോടുകൂടെ അപ്പോൾ ബസ്സിൽ കയറി പള്ളി വന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. ഞാനിവിടെ നിർത്തിക്കോട്ടെ. അന്ന് കർത്താവ് യേശു റിസ്ക് എടുത്ത് വെയിലുള്ള സമയത്തിൽ
വെയിലുള്ള സമയത്തിൽ കിലോമീറ്ററുകൾ നടന്ന് ആ സ്ത്രീക്ക് വേണ്ടിയിരുന്നു വെയിറ്റ് ചെയ്ത് താഴ്മ ധരിച്ച് ഒരാവശ്യക്കാരനായി തീർന്ന് ആമേൻ അവിടെ അവളോട് സംഭാഷണങ്ങളൊക്കെ നടത്തി സുവിശേഷം പറഞ്ഞതിൻ്റെ പിന്നിൽ അവിടെ തീർന്നില്ല. അവിടെ ആ സുവിശേഷ പ്രവർത്തനം തീർന്നില്ല. ഒരു യേശു കർത്താവ് ഒരു സ്ത്രീയുടെ അടുക്കൽ സുവിശേഷം പറഞ്ഞപ്പോൾ അവൾ മുഖാന്തരം ആ ദേശമൊക്കെയും സുവിശേഷം പറഞ്ഞു. ആമേൻ. ഈ സ്ത്രീ എന്ത് ചെയ്തു? ഈ സ്ത്രീ പിന്നെ ഓടി നടന്ന് പറയാൻ തുടങ്ങി, ഞാൻ മഷിയെ കണ്ടു, ഞാൻ മഷിയെ കണ്ടു, ഞാൻ മഷിയെ കണ്ടു, ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ ദൈവത്തെ കണ്ടു, ഞാൻ മഷിയെ കണ്ടു, രക്ഷകനെ കണ്ടു. അതുവരെ ശമരിയക്കാർക്ക് രക്ഷകൻ ആരാന്ന് അറിയത്തില്ലായിരുന്നു. അതുവരെ ശമരിയക്കാർക്ക് ആമേൻ ദൈവപുത്രൻ ആരാന്ന് അറിയത്തില്ലായിരുന്നു. അവരുടെ പ്രശ്നങ്ങളിൽ അവൻ അനുഭവിക്കുന്നതായിട്ടുള്ള ശത്രുവിൻ്റെ അടിമത്വത്തിൽ നിന്ന് വിടുതലിലേക്ക് കൊണ്ടുവരുന്ന രക്ഷകൻ ആരെന്ന് അവർക്കാർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഒരു യേശു കർത്താവ് ഒരു സ്ത്രീയിലേക്ക് സുവിശേഷ പ്രവർത്തനം അല്ലെങ്കിൽ സുവിശേഷം പകർന്നു നൽകിയപ്പോൾ അവളിലൂടെ ഒരു ദേശം വിടുതൽ പ്രാപിച്ചെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങളുടെ അടുക്കൽ ദൈവം അയച്ചിരുന്നിരിക്കുന്ന സദ്വർത്തമാനം അത് വെറുതെയല്ല. നിങ്ങളിലൂടെ ചില കുടുംബങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരുവാനാ, നിങ്ങളുടെ ചില ദേശങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരുവാനാ, നിങ്ങളുടെ ചില രാജ്യങ്ങൾ വിടുതലേക്ക് കടന്നു വരാനാ. ഹല്ലേലൂയ. ഒരു ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ ആമേൻ ഇന്ന് USA എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ രാഷ്ട്രം മുഴുവനും ഇന്ന് സുവിശേഷം അറിഞ്ഞെങ്കിൽ ഇന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതുപോലെ നമ്മളെ ഓരോരുത്തരും ദൈവം വിളിക്ക് വിശ്വസ്തയോടെ നാം നിൽക്കുകയാണെങ്കിൽ നാം പോലും അറിയാതെ ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് എനിക്ക് ഒത്തിരി പേരെ അറിയാം. ആമേൻ. കർത്താവിൻ്റെതായിട്ടുള്ള വചനം ഷെയർ ചെയ്യുന്നവർ എനിക്ക് ഒത്തിരി പേരെ അറിയാം. ഒരു വ്യക്തിയെങ്കിലും ചർച്ചിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളവർ ആമേൻ. അവർ മുഖാന്തരം ഇന്ന് അനേകം പേർ വിടുതൽ പ്രാപിച്ചവരും എനിക്കറിയാം. പ്രൈസ് ഗോഡ്. ഇതിനകത്ത് ഇതുപോലെ ഒരുപാട് ശമരിയ സ്ത്രീകളെ ദൈവം ഇതിനകത്ത് വിളിച്ച് വേർതിരിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? നമ്മൾ വിടുതൽ പ്രാപിച്ച് അതുവഴി പോകാനല്ല, അതിലുപരിയാൻ നമ്മിലൂടെ ഒരു ദേശം വിടുതലിലേക്ക് കടന്നു വരണം. നമ്മുടെ സാക്ഷ്യം അനേകം പേരുടെ ഒരു സാക്ഷ്യം ജനിക്കുവാൻ കാരണമായി തീരണം, ഒരു ഉണർവിൻ്റെ കാരണമായി തീരണം.